നമുക്കറിയാം ഒരുപാട് യാത്രാ ദുരിതം അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. വിമാന ടിക്കറ്റ് നിരക്കിലുണ്ടാവുന്ന വർധനയും എയർപോർട്ടിലെ മണിക്കൂറുകളോളം നീണ്ട പരിശോധനയും ഒക്കെ പ്രവാസികളെ പലപ്പോഴും വല്ലാതെ വലയ്ക്കാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിൽ അമേരിക്കയിലെ പ്രധാന വിമാനത്താവളങ്ങൾ ഇത്തരമൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ബഡ്ജറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള TSA ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിയത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ താറുമാറാക്കിയിരിക്കുന്നു. 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ ഭരണസ്തംഭനം യാത്രക്കാരെയും ജീവനക്കാരെയും ഒരേപോലെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേതനം ഉറപ്പാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണിപ്പോൾ. വിമാനത്താവളങ്ങളിലെ അരാജകത്വം അവസാനിപ്പിക്കാൻ അസാധാരണമായ നടപടികളാണ് ഭരണകൂടം ഇപ്പോൾ സ്വീകരിക്കുന്നത്. അമേരിക്കയിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. TSA ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ അടിയന്തര ഉത്തരവിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബജറ്റ് പ്രതിസന്ധിയെ തുടർന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്ന ഭാഗിക ഷട്ട് ഡൗൺ 6ാമത്തെ ആഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇത് 6ാമത്തെ ആഴ്ചയിലേക്ക് കടന്നതോടുകൂടി വിമാനത്താവളങ്ങളിലെ തിരക്കും ജീവനക്കാരുടെ ദുരിതവും എല്ലാം വല്ലാതെ കൂടി. ഇത് ലഘൂകരിക്കാനാണ് ട്രംപ് ഇപ്പോൾ നേരിട്ട് ഇടപെടുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിമാനത്താവളങ്ങളിലെ അരാജകത്വം അവസാനിപ്പിക്കാനാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ് ഇവിടെ. ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കുന്നതിനായി TSA ഏജന്റുമാർക്ക് ഉടൻ ശമ്പളം നൽകാൻ പുതിയതായി ചുമതലയേറ്റ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയിൻ നിർദ്ദേശിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. DHSന് നൽകാനുള്ള ഈ പണം എവിടെ നിന്ന് വരുമെന്നോ, ട്രംപിന്റെ വരാനിരിക്കുന്ന ഉത്തരവിൽ എത്ര തുക ഉൾപ്പെടുത്തുമെന്നോ, അല്ലെങ്കിൽ അതിന്റെ കാലാവധി എത്രയായിരിക്കുമെന്നോ ഉള്ള ചോദ്യങ്ങളോട് വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനുള്ള ഫണ്ടിങ്ങിനായിട്ട് ബന്ധപ്പെട്ട് ഭരണകൂടവും സെനറ്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ഫെബ്രുവരി പകുതി മുതൽ TSA ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടാത്തത്. ഇതോടെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താറുമാറായി. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട TSA ജീവനക്കാരിൽ ഒരു വിഭാഗം അവധിക്ക് പോയതോടെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ വലിയ ക്യൂ അനുഭവപ്പെട്ടിരുന്നു. സുരക്ഷാ പരിശോധനയ്ക്കായി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നത് യാത്രക്കാരെ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലാക്കിയത്. ഇതിനിടെ TSA ജീവനക്കാർ രാജിവെച്ചു പോകാൻ തുടങ്ങിയത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാൻ കാരണമായി. ഇക്കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് ലഭിക്കേണ്ട ശമ്പളവും മുടങ്ങുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് പ്രസിഡന്റ് ട്രംപ് അസാധാരണമായ നീക്കം നടത്തിയത്. 2025 തന്റെ നികുതി ബില്ലിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർക്ക് വേതനം നൽകാനാണ് തീരുമാനമെന്നാണ് സൂചന. നേരത്തെ ഭരണസ്തംഭന സമയത്ത് സൈനികർക്ക് ശമ്പളം നൽകാൻ സ്വീകരിച്ചതിന് സമാനമായ നടപടിയാണിതെന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ട്രംപ് ഒരു അസാധാരണ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഡെമോക്രാറ്റുകൾ ഫണ്ട് അനുവദിക്കാൻ വിസമ്മതിക്കുന്നത് ഒരു അടിയന്തര സാഹചര്യമാണെന്നും അത് നേരിടാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നുമാണ് സർക്കാരിന്റെ വാദം. ശമ്പളം കൃത്യമായി ലഭിക്കുന്നതോടെ ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ വേഗത്തിലാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും ഭരണസ്തംഭനം പൂർണ്ണമായും അവസാനിക്കാത്തത് ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്ക ജനിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ സാധാരണക്കാരായ യാത്രക്കാർ ബലിയാടാകുന്നത് ഒഴിവാക്കാൻ സ്ഥിരമായൊരു പരിഹാരം ഇതിനാവശ്യമാണ്. നിലവിലെ അടിയന്തര ഇടപെടൽ വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറയ്ക്കുമെങ്കിലും അമേരിക്കൻ കുടിയേറ്റ യാത്രാ മേഖലയിൽ സുസ്ഥിരമായ മാറ്റങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമുക്കറിയാം എപ്പോഴും ഒരുപാട് യാത്രാ ദുരിതം അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായതും പ്രവാസികൾ തന്നെയായിരുന്നു. യുദ്ധസമയത്ത് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നതും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് പ്രവാസികളുടെ യാത്രാ ദുരിതം. വിദേശ രാജ്യങ്ങളിൽ യാത്രയിൽ വിമാനത്താവളങ്ങളിൽ നേരിടേണ്ടി വരുന്ന കർശനമായ സുരക്ഷാ പരിശോധനകളും പലപ്പോഴും പ്രവാസികളെ വലയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ ഭരണസ്തംഭനവും ഉദ്യോഗസ്ഥരുടെ കുറവും യാത്രാ തടസ്സങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ലഗേജ് പരിധിയിലെ നിയന്ത്രണങ്ങളും നാട്ടിലെത്തിക്കാനുള്ള സമ്മാനങ്ങളോടുള്ള കർശന നിയമങ്ങളും പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. സാങ്കേതിക തകരാറുകൾ മൂലമോ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ യാത്രകൾ മുടങ്ങുമ്പോൾ കൃത്യമായ ഭക്ഷണവും താമസ സൗകര്യവും നൽകാതെ വിമാന കമ്പനികൾ യാത്രക്കാരെ അവഗണിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.